ഹലോ, നമുക്കിന്ന് പൊട്ടിപ്പോവാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടിച്ചട്ടികൾ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് നമുക്ക് വേണ്ടത് 2 മോൾഡാണ്. മോൾഡായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഏത് ഷേപ്പിലാണോ ചട്ടി വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഏത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാത്രം കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിന് ഒരു പാത്രം കൂടെ നമുക്ക് സംഘടിപ്പിക്കണം. പിന്നെ വേണ്ടത് വേസ്റ്റ് ഓയിലാണ്. അപ്പോൾ അത് നമ്മൾ കുക്കിങ്ങിനൊക്കെ വേസ്റ്റ് വരുന്ന ഓയിലാണ് യൂസ് ചെയ്തത്. നമ്മുടെ ചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് ഉൾഭാഗത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ചട്ടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഉള്ളിൽ വെക്കുന്ന ചട്ടിയുടെ പുറം ഭാഗത്തായിരിക്കണം നമ്മൾ ഈ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ചട്ടി ഈസി ആയിട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ചട്ടിയും നല്ല ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണലും സിമൻറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 2 കിലോ എംസാൻഡാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ 1 കിലോ സിമൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടിന്നിലാണ്, ഈ ഒരു ടിന്നിൽ 4 ടിന്ന് എംസാൻഡും അതിന് 2 ടിന്ന് സിമൻറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്ന റേഷ്യോ. അതിലിപ്പോൾ നമ്മൾ 3 ടിന്ന് എംസാൻഡും അതിന് 1 ടിന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബേബി മെറ്റലാണ്. ഈ ഒരു സെയിം ടിന്നിൽ 2 ടിന്ന് സിമൻറ്റ് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ബേബി മെറ്റൽ ചേർത്തത് നമ്മുടെ ചട്ടി കുറച്ചുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ബേബി മെറ്റൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വലിയ മെറ്റലാണെങ്കിൽ അപ്പോൾ നമ്മുടെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. ബേബി മെറ്റൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്, ഒരുപാട് റേറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ചട്ടി സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ലൂസ് ആവേണ്ട ആവശ്യമില്ല, എന്നാൽ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന പരുവം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മണലും മെറ്റലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ കുറച്ച് സിമൻറ്റ് മാത്രം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ ഈ ചട്ടിക്ക് ഒരുപാട് സൈഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു സിമൻറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിമൻറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഉള്ളിൽ വെക്കുന്ന ആ ഒരു മോൾഡ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കറക്റ്റായിട്ട് വെക്കണം. ഒരു സൈഡിലേക്ക് ചരിഞ്ഞൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ചട്ടിക്കും ചെറിയൊരു ചരിവ് വരും. അപ്പോൾ ഇനി എല്ലാ കോർണറിലും നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുകൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടിപ്പുണ്ട്, നമ്മൾ ഈ മുകൾ ഭാഗത്ത് പിന്നെ ലാസ്റ്റ് കുറച്ച് സിമൻറ്റിൻ്റെ പൗഡർ കൂടെ ഇട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ചട്ടി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഐഡിയ ആണ് കേട്ടോ അത്. അതുപോലെ ഇതിൻ്റെ വശങ്ങളിലൊക്കെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ സിമൻറ്റൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി ആ ചട്ടി അതിൽ നന്നായിട്ട് ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് മണലിട്ട് കൊടുക്കുന്നുണ്ട്. മണലിന് പകരം മണ്ണോ വെള്ളമോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു വെയിറ്റ് അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ആ ഒരു മണൽ എംസാൻഡ് തന്നെയാണ് അതിൽ നിറച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ആ ഫിക്സായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നന്നായിട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്.
അപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുന്ന സമയത്ത് നമുക്ക് ആ എംസാൻഡും ഒക്കെ അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഉള്ളിലുള്ള ആ മോൾഡ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എടുക്കരുത്. ഇതൊന്ന് സെറ്റായതിന് ശേഷം 2-3 മണിക്കൂർ 4-5 മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ഡേ കംപ്ലീറ്റ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ചെറുതായിട്ട് ഇതിന് ഈ ചെറിയ ചെറിയ കാലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കണ്ടോ, അതാ ഒരു പോറലും പറ്റിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഷേപ്പിലൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ചട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മോൾഡ് തന്നെ വെച്ചിട്ട് ഇപ്പോഴും ആ മോൾഡിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നമുക്ക് ഇനി ഒരുപാട് ചട്ടി അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറുതായിട്ട് ഒരു ഹോള് പോലെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ സൈഡിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്ടികളാണ്. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചട്ടി നന്നായിട്ട് ഒന്ന് നനയ്ക്കണം. ഒരാഴ്ചയോ അല്ലെങ്കിൽ മിനിമം 5 ദിവസമെങ്കിലും നമ്മളിത് നന്നായിട്ട് നനച്ച് കൊടുക്കണം. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇത് ഒരുപാട് ചട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹോള് ഒരുമിച്ച് ഡ്രില്ല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ അതിൽ ഒരു പെന്നിൻ്റെ മൂടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് എവിടെയാണോ ഹോള് വേണ്ടത് അവിടെ. പിന്നെ ചട്ടി റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മൂടിയും കൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ മോൾഡ് എടുക്കുന്നില്ലേ ഉള്ളിലുള്ള, ആ സമയത്ത് ചെറുതായിട്ട് സൂക്ഷിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുത്താലും മതി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ്. ഈ ചട്ടി നമ്മളൊന്ന് പെയിൻ്റ് അടിക്കുക കൂടെ ആണെങ്കിലാണ് കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു പൗഡറാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ ചുവന്ന കാവിയില്ലേ, അതും കൂടെ മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല കളറ് കിട്ടും. പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു നല്ലൊരു കളറും കിട്ടിയിട്ടില്ല. പിന്നെ മഴ വെള്ളമൊക്കെ തട്ടുന്ന സമയത്ത് അതിൽ മങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ പെയിൻ്റാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ നമ്മുടെ ഈ ഒരു നല്ലൊരു കളറാണ്. നമ്മുടെ ചട്ടിക്കൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കളറ്. ഇതാണ് അതിൻ്റെ കോഡ് 0427 എന്ന് പറഞ്ഞിട്ട്. ഇതാവുമ്പം നമ്മുടെ മഴയൊക്കെ കൊണ്ടാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടുത്ത ഈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ സൈക്കിളിൻ്റെ ഒക്കെ റിമ്മില്ലേ, അതിൻ്റെ ഹാൻഡിൽ നമ്മൾ ചവിട്ടുന്ന ആ ഭാഗത്തുള്ളത് ഹാൻഡിലായിട്ട് അവിടെ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു മുകളിലുള്ള അതിൽ നമ്മൾ ചട്ടി വെച്ച് കൊടുക്കുക. അങ്ങനെ ഹാൻഡിൽ വെച്ച് നമുക്ക് തിരിച്ചു കൊടുത്താൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പെയിൻ്റായിട്ട് ഒരു സൈഡിലേക്ക് ചരിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സിമ്പിൾ ട്രിക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിൽ ഇങ്ങനെ ഒരു റിമ്മൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം ആ ഹാൻഡിലൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാ ചട്ടിയും നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം പ്രൊസീജിയറിലാണ് കേട്ടോ എല്ലാ ചട്ടിയും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണും സൈക്കിളിൻ്റെയോ വണ്ടിൻ്റെയൊക്കെ ഈ ഒരു റിമ്മ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ
ചട്ടി നമുക്കിതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു കൂർത്ത ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലാണ് ഈ റിമ്മ് വെക്കുന്നത്. അതിനുശേഷം നമുക്കിതാ ഇതേപോലെ ചട്ടി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി പെയിൻറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിൽ ചെടി നടാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെടി നടാനായിട്ട് ഞാൻ ചാണകം വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സ്ചറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മണലും മണ്ണും ഈ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എല്ലാത്തിലും ഓരോരോ ചെടി വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ ഇപ്പോഴും ചട്ടി ഉണ്ടാക്കാറുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ നല്ല പൂക്കളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് എല്ലാത്തിലും ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാട്ടോ. ഈ സെയിം ഈ ചട്ടികളെല്ലാം നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയ ഏതെങ്കിലും ഒരു മോൾഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ല. ഒരു ചട്ടിക്ക് ഏകദേശം 1 കിലോ സിമൻറ്റ് വരുമായിരിക്കും. അതിനൊരു 10 രൂപ. പിന്നെ മെറ്റലും എംസാൻഡും ഇതിനൊന്നും അതിലും കുറവ് പൈസ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ആ ഒരളവ് വെച്ചിട്ട് നോക്കുമ്പം വളരെ ലാഭകരമാണ്. പിന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മളെ കൈകൊണ്ട് നമ്മളിങ്ങനെ ചട്ടി ഉണ്ടാക്കിയെടുത്തിട്ട് ആ ചട്ടി നമ്മൾ ഡെയിലി കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് അത് വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ.